ഗുഡ് ഈവനിംഗ് ഡേയ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ലിഗൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ട്രേഡിംഗ് ഡേ നാളെ, ഏറ്റവും അവസാനത്തെ എക്സ്പയറി ഇന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വർഷം എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നാളെ വൈകിട്ട് കൃത്യം 7 മണിക്ക് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. എൻ്റെ ഊഹാപോഹങ്ങളൊന്നുമല്ല, കൃത്യമായിട്ടുള്ള ഡേറ്റ അനുസരിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും. കൃത്യം നാളെ 7 മണിക്ക് അത് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ന്യൂ ഇയർ പ്രമാണിച്ച് വലിയ വോളിയം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വോളിയംസും തന്നെ മാർക്കറ്റിൽ ഇല്ല. ഇന്നും വളരെ കൺസോളിഡേറ്റ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ വളരെ പ്രശ്നങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. കാരണം ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും മാർക്കറ്റ് ഡീവാണെങ്കിൽ മാർക്കറ്റ് വിട്ടുപോകും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊന്നും നമ്മൾ നോക്കി കാണരുത്. കാരണം മാർക്കറ്റ് എപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ് ബിഹേവ് ചെയ്തത്. പിന്നെ വളരെ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്ന ആളുകൾ, അവരെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ റാലി അവർക്ക് കിട്ടിയില്ല. അതായത് നിഫ്റ്റി കൊറോണക്കൊക്കെ ശേഷം ഉണ്ടായിരുന്ന റാലി അവർക്ക് മിസ്സായി. അവർ വന്നപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു സ്റ്റേബിൾ മാർക്കറ്റാണ്, വളരെയധികം വോളറ്റിൽ മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷം മാർക്കറ്റിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പല സ്റ്റോക്കുകളും താഴെ പോകുന്നു, അന്ന് ചില സ്റ്റോക്കുകൾ വിറ്റതിന് ശേഷം മുകളിലേക്ക് പോകുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഓൾറെഡി റാലി കഴിഞ്ഞു, വളരെ സ്റ്റേബിൾ മാർക്കറ്റ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പം നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിൽ പോലും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം വളരെ ക്രൂഷ്യലായ, വളരെയധികം വോളറ്റിലായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ വിട്ടുമാറരുത്, മാക്സിമം പൊരുതി നിൽക്കാൻ ശ്രമിക്കുക. ഇതൊരു പാസീവ് ഇൻകമായിട്ട് ആദ്യ സമയങ്ങളിൽ കാണാം, അല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് ജീവിക്കാമെന്നുള്ള ചിന്തയിൽ മാർക്കറ്റിലേക്ക് പെട്ടെന്ന് വന്ന് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈമറി ഇൻകം ആക്കി മാറ്റാം എന്നുള്ള ചിന്തയിൽ മാർക്കറ്റിലേക്ക് വരരുത്. ആദ്യം പതിയെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി കഥയിലേക്ക് പോകുന്നില്ല. മാർക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിലും ആ ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $37 ഉയർന്നു, 4369 ആയിട്ടുണ്ട്. പിന്നീട് സിൽവർ ഏകദേശം 5% ആണ് സ്പൈക്ക് ചെയ്തത്, $3 ഉയർന്നു, $74 പെർ ഔൺസിന്. ഇപ്പോൾ സിൽവർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞു സിൽവറിൻ്റെ ഡേറ്റ വേണമെന്ന്. പിന്നീട് ബിറ്റ്കോയിൻ 87,000, ബ്രന്റ് ഓയിൽ 61. നിഫ്റ്റി നോക്കേണ്ട കാര്യമില്ല, പുതിയ ഫ്യൂച്ചർ കോൺട്രാക്ട് വരുമ്പോൾ അപ്ഡേറ്റഡ് ആവും. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ്. ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, കൊറിയ ഇതെല്ലാം തന്നെ ഫ്ലാറ്റ് ആണ്. പ്രത്യേക ഒരു വോളിയം ഇല്ല കാണാം. ഈവൻ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. നമ്മൾ കണ്ട പോലെ തന്നെ പ്രത്യേക വോളിയംസും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നാളെയും 31-ാം തീയതി, 1-ാം തീയതിക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫണ്ട് മാനേജേഴ്സൊക്കെ അവരുടെ വർക്കിൽ റെസ്യൂം ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി വോളിയംസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിവേ നമുക്ക് മറ്റുള്ള ഡേറ്റയിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യം PVR ഇനോക്സ് സ്റ്റോക്ക്, ഇവരുടെ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്തു, സ്റ്റോക്ക് ഇന്ന് ഫോളോ ചെയ്തു. PVR എല്ലാം തന്നെ വളരെ റീസെൻ്റായിട്ട് ശക്തമായ റാലി രേഖപ്പെടുത്തിയ സ്റ്റോക്കായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ 900 റേഞ്ചിലേക്ക് തിരികെ വന്നിട്ടുള്ളത്. KPE എനർജി കമ്പനിയും കുറച്ച് ദിവസത്തെ ഒരു ഫോളിന് ശേഷം ഇന്ന് ഏകദേശം ഒരു 16% അടുത്ത് ഒരു റാലി രേഖപ്പെടുത്തി. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഹോൾഡേഴ്സൊക്കെ ശ്രദ്ധിക്കുക, അവിടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ട്. 5:1, 1:5 എന്ന റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് ഡേറ്റുകളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ ചെയ്യാം. ഇൻഡിഗോ സ്റ്റോക്ക് ഇന്ന് ഏകദേശം ഒരു ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റിക്കവറിക്ക് ശേഷം ഇൻഡിഗോ സ്റ്റോക്ക് വീണ്ടും ഫർദറായിട്ടൊന്ന് ഫോള് രേഖപ്പെടുത്തി. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് മാത്രം പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. TVS മോട്ടോഴ്സ് ഇന്ന് ഏകദേശം 1.7% റാലി ഉണ്ടായിരുന്നു. ഇവർ മാൻബ ഫിനാൻസ് ആയിട്ട് ഇവരുടെ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഈ ഫിനാൻസ് സർവീസുകൾ കൊടുക്കാനായിട്ട് ധാരണയായതിനെ തുടർന്ന് സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവ് റിയാക്ട് ചെയ്തു. ടാറ്റ പവർ കമ്പനി, ഇവർ രാജ്യത്തിലെ ഏറ്റവും വലിയ സോളാർ പ്രൊജക്റ്റ്, 1 ഗിഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പ്രൊജക്റ്റ് SGVN എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ട് രാജസ്ഥാനിൽ ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് ഇന്ന് റാലി ഒന്നും ചെയ്ത് കണ്ടില്ല. വാരിയസ് എനർജി എന്ന 0.5% റാലി രേഖപ്പെടുത്തി. ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഷ്യാം മെറ്റാലിക് കമ്പനി ഇന്ന് ഏകദേശം 1.8% റാലി ഉണ്ടായിരുന്നു. കമ്പനി ഇവരുടെ പുതിയതായിട്ട് തുടങ്ങിയ ഫർണസിൻ്റെ
ബിസിനസ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുകയാണ്. ഇതുവഴി കമ്പനിയുടെ കപ്പാസിറ്റി ഉയരും. അജന്ത ഫാർമ കമ്പനി ഏകദേശം 1.2% റാലി ഉണ്ടായിരുന്നു. മോത്തിലാൽ ഒസ്വാൾ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അജന്ത ഫാർമേനെ അപ്ഗ്രേഡ് ചെയ്തു. മുത്തൂറ്റ് ഏകദേശം 1.87% റാലി ഉണ്ടായിരുന്നു. മോർഗൻ സ്റ്റാൻലി റേറ്റിംഗ് ഏജൻസി മുത്തൂറ്റിനെ അപ്ഗ്രേഡ് ചെയ്തു. ശ്രീരാം ഫിനാൻസ് ഏകദേശം 2.42% റാലി ഉണ്ടായിരുന്നു. മോർഗൻ സ്റ്റാൻലി അപ്ഗ്രേഡ് ചെയ്തു. ഇൻഡോ കൗണ്ട് കമ്പനി ഏകദേശം 15% റാലി ഉണ്ടായിരുന്നു. അവൻഡസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇൻഡോ കൗണ്ടിനെ അപ്ഗ്രേഡ് ചെയ്തു. ലെൻസ് കാർട്ട് 2% റാലി ഉണ്ടായിരുന്നു. MK എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ലെൻസ് കാർട്ടിനെ അപ്ഗ്രേഡ് ചെയ്തു. ഓല ഏറെ നാളത്തെ ഇടിവിനൊക്കെ ശേഷം ഓല 3% റാലി ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഇവർക്ക് ഗ്രാൻഡ് സർട്ടിഫിക്കേഷൻ കൊടുക്കാനായിട്ട് തീരുമാനമായി എന്നതിനെ തുടർന്നാണ്. മംഗളം ഡ്രഗ്സ് കമ്പനി 5% റാലി ഉണ്ടായിരുന്നു. പ്രധാന ഇൻവെസ്റ്ററായിട്ടുള്ള വിജയ് കേടിയ ഈ മംഗളം ഡ്രഗ്സിൽ ഏകദേശം 1.38 ലാക്ക് ക്രോഡ്സ് 1.38 ലാക്ക് ഷെയറുകൾ അക്യൂർ ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് മംഗളം ഡ്രഗ്സ് സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ കാരണം. ഇനി ഒലയുടെ നമ്മൾ ന്യൂസ് പറഞ്ഞല്ലോ, ഒല ഉൾപ്പെടുന്ന ഒരുപാട് കമ്പനീസിൻ്റെ ലിസ്റ്റ് ഇപ്പം നമുക്ക് NSE പുറത്ത് വിട്ടിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പ്ലഡ്ജ് ലിസ്റ്റിൽ നിന്നും ഒഴിവാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സെറോദയുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അപ്സ്റ്റോക്കിൻ്റെ അടുത്തുനിന്നൊക്കെ ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റോക്കുകളുടെ കിട്ടിയിട്ടുണ്ടാവും. അതിൽ ഒല ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സ്റ്റോക്കുകളും നോക്കുക. കാരണം നമ്മൾ ഈ സ്റ്റോക്കുകൾ നമ്മൾ പണയപ്പെടുത്തി പ്ലഡ്ജ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവാം. ആ സമയത്താവാം ഈ സ്റ്റോക്കുകളെ ഇവർ പ്ലഡ്ജ് ലിസ്റ്റിൽ നിന്നും റിമൂവ് ആക്കുന്നത്. മേ ബി നമ്മൾ അറിയില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മാർജിൻ ഷോർട്ട് ഫോൾ കാണിക്കും. ഇപ്പോൾ പല അവസരങ്ങളിലും നമുക്ക് വരുന്ന പ്രധാന മെസ്സേജ് മാർജിൻ ഷോർട്ട് ഫോളിനെ കുറിച്ചാണ്. പല ആളുകളും ഷോർട്ട് സെല്ല് ചെയ്ത് മാർജിൻ ഷോർട്ട് ഫോൾ വന്ന് പെനാൽറ്റി വന്ന് നെക്സ്റ്റ് ഡേ 30,000 40,000 ഒക്കെ ലോസ് ബുക്ക് ചെയ്യാറുണ്ട്. ലോസ് മീൻസ് പെനാൽറ്റി ബുക്ക് ചെയ്യാറുണ്ട്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി 50 കമ്പനീസ് അല്ലെങ്കിൽ FN എനേബിൾ ആയിട്ടുള്ള കമ്പനീസ് മാത്രം പരിമിതപ്പെടുത്തുക. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ എന്തെങ്കിലും റെഡ് ഫ്ലാഗുകൾ വരികയാണെങ്കിൽ നമ്മൾ അത് അലർട്ട് ആകും. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഗൂഗിളിൽ അലർട്ടിൽ പോകുക, ഗൂഗിളിൽ സെലക്ട് ചെയ്യുക, അലർട്ടിൽ ഈ സ്റ്റോക്കിൻ്റെ പേര് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് എന്ത് ന്യൂസ് വരികയാണെങ്കിലും നമ്മുടെ ഇൻബോക്സിൽ നമുക്ക് പോപ്പപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പം നമ്മൾ സ്റ്റോക്ക് ന്യൂസുകളിൽ എല്ലാ സ്റ്റോക്കിൻ്റെയും എല്ലാ വാർത്തകളും ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല. ഒരുപാട് വാർത്തകളും ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കുകൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകളെ നമ്മൾ പ്രത്യേകം ട്രാക്ക് ചെയ്യുക. ഒരുമാതിരി എല്ലാ ന്യൂസുകളും നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭ രാത്രി നേരുന്നു. താങ്ക് യു.